സോ ഇത് ഒറിയമോയുടെ ഫ്രീപോഡ് എന്ന് പറഞ്ഞൊരു ഒരു എയർബഡാണ്. ഒരു ആഫ്രിക്കൻ കമ്പനിയാണ്. സോ ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തതാണ്. സോ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബോക്സ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് ഞാൻ നോക്കിയിട്ട് കണ്ടതെന്ന് വെച്ചാൽ ഇതിന് ബൈ ഡിഫോൾട്ട് 1 year വാറണ്ടി വരുന്നത്. അത് നമുക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 വർഷത്തേക്ക് വാറണ്ടി കിട്ടുന്നതായിരിക്കും. അപ്പോൾ തുറന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പാക്കിങ്ങാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് നമ്മുടെ ബഡ്സ്, അത് കൂടാതെ 2 ബോക്സിലും ആക്സസറീസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യത്തെ ബോക്സിനകത്ത് എക്സ്ട്രാ ബഡ്സും പിന്നെ ചാർജിങ് കേബിൾ. ഇത് രണ്ടാമത്തെ ബോക്സാണ്. ഇതിനകത്ത് ഒരു കേസ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, കേസ് ഇത് വേറെ ഏത് ഹെഡ്സിൻ്റെ കൂടെയും കേസ് കണ്ടില്ല. ഇതിൻ്റെ കൂടെ കേസ് ഇവിടെ വരുന്നുണ്ട്. സോ പിന്നെ ബോക്സിനകത്തുള്ളത് ഈ ഇയർബഡ്സാണ്. നമുക്ക് ഇയർബഡ്സ് പുറത്തിറക്കാം. സോ ഇതാണ് ഇയർബഡ്സ്. ഇത് കാണുമ്പോൾ ഒരു മെറ്റാലിക് ലുക്കാണ് ഉള്ളത്, പക്ഷേ മെറ്റലല്ല. എന്നാലും ഇത് ചെറിയൊരു പ്രീമിയം ലുക്ക് ഉണ്ട് ഈ ബോക്സിൽ കാണുമ്പോൾ. സോ നമുക്ക് കേസ് ഇതിൽ ഫിറ്റ് ആവുമെന്ന് നോക്കാം. ഓക്കെ, കറക്റ്റ് ഫിറ്റാണ്. സോ ഇത് കേസ് ഒരു മാറ്റ് ഫിനിഷുള്ള കേസാണ്. സോ ഈ ഒരു മെറ്റാലിക് ഫിനിഷ് ഇഷ്ടമില്ലാത്തവർക്ക് കേസ് വെച്ച് യൂസ് ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ല, ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ്. അപ്പോൾ താഴെ വീണാലും വലിയ കേസിന് ഡാമേജും എല്ലാം സ്ക്രാച്ചും ആകത്തില്ല. ഓക്കെ, ഇതിനകത്താണ് ബഡ്സ് ഇരിക്കുന്നത്. ഇതാണ് ബഡ്സ്. രണ്ടാലൊരു ഒരു റിയൽമിയുടെ എയർപോഡ് 3 പോലത്തെ ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റെമ്മ് ഒരു മെറ്റാലിക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഈ ഇയർ പീസ് പ്ലാസ്റ്റിക്കിൻ്റെ സെയിം ലുക്കാണ്. പക്ഷെ എന്നാലും കാണാൻ വലിയ കുഴപ്പമില്ല. സംഭവം കുഴപ്പമില്ല. ഓക്കെ, സോ ഞാനതിന് കുറച്ച് നേരം യൂസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം. സോ ഞാനൊരു ഫുൾ ഡേ ഇത് യൂസ് ചെയ്ത് നോക്കി. സോ ശബ്ദം അത്യാവശ്യം കുഴപ്പമില്ല. സോ ഞാനിതിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത പറഞ്ഞുതരാം. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് ബഡ്ജറ്റ്, അതായത് ഏകദേശം ഒരു 4500 5000 ആ ഒരു റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റുകൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ടോപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നൊരു ഹെഡ്സെറ്റാണ് റിയൽമിയുടെ എയർപോഡ് 3. കാരണം അത്യാവശ്യം ഫീച്ചർ റിച്ചാണ്, അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം കൊള്ളാം. പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് OnePlus, അങ്ങനെ ഒരുപാട് ഹെഡ്സെറ്റ് ഉണ്ട്. പക്ഷേ ഇതിൽ കമ്പയർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയ കുറച്ച് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് 2800 രൂപയാണ്. സോ 2800 രൂപയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഫീച്ചേഴ്സ് കൂടുതലുള്ള ഒരു ഹെഡ്സെറ്റാണ് ഇത്. ഞാൻ യൂസ് ചെയ്ത് ഇത്ര നേരം യൂസ് ചെയ്ത് നോക്കി വെച്ചിട്ട് എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ തോന്നി. അതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഉള്ള ഫീച്ചേഴ്സ് പറഞ്ഞുതരാം. അതായത് ഇതിൽ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതായത് നമ്മൾ 5 മിനിറ്റ് ചാർജ് ചെയ്ത് 90 മിനിറ്റ് യൂസ് ചെയ്യാം. അത് മിക്കവാറും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഹെഡ്സെറ്റിലെല്ലാം ഉള്ള ഒരു ഫീച്ചറാണ്. പിന്നെ അതിൽ ടോട്ടൽ ബാക്കപ്പ് എന്ന് വെച്ചാൽ 43 മണിക്കൂറാണ്. അത് നല്ല ബാക്കപ്പാണ്. കാരണം ഇപ്പോൾ റിയൽമിക്ക് ആണെങ്കിൽ തന്നെ 25 മണിക്കൂർ 30 മണിക്കൂറൊക്കെയാണ് നമുക്ക് ആ ഒരു ഹെഡ്സെറ്റ് കിട്ടുന്നത്. പക്ഷേ അവർ പറയുന്നത് 43 മണിക്കൂറാണ്. അതുപോലെ തന്നെ ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതായത് 45 ഡെസിബലിൻ്റെ വരെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. ഞാനത് ചെക്ക് ചെയ്തായിരുന്നു. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോയ്സ് ക്യാൻസലേഷൻ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി മോഡുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാൻ നമുക്ക് ആപ്ലിക്കേഷൻ ഒന്നുമില്ല. അതായത് ബഡ്സ് ടച്ച് സെൻസിറ്റീവ് ആണ്. സോ നമുക്ക് ടാപ്പ് ചെയ്തിട്ട് തന്നെ ഓരോ സെറ്റിങ്സും ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. സോ ഞാൻ ഇതിൻ്റെ സ്പെക്സ് പറഞ്ഞുതരാം. ഇതിൽ ബ്ലൂടൂത്ത് 5.2 വേർഷനാണ് വരുന്നത്. പിന്നെ ഇതിന് ചാർജിങ് ടൈം എന്ന് വെച്ചാൽ 1.5 hours. പിന്നെ ഈ ബഡ്സിൽ വരുന്ന ബാറ്ററി 70 mAh-ൻ്റെയാണ്. അവർ പറയുന്ന ബാക്കപ്പ് എന്ന് വെച്ചാൽ ബഡ്സിൻ്റെ ബാക്കപ്പ് വിത്തൗട്ട് ANC 13 മണിക്കൂറും വിത്ത് ANC 9 മണിക്കൂറും.
എനിക്ക് ഇത്രയും ടൈം ബാക്കപ്പ് തരുന്ന വേറെ ബഡ്സ് അവൈലബിൾ ആണോ എന്ന് വരെ എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ബാക്കപ്പ് എന്ന് വെച്ചാൽ നല്ല ബാക്കപ്പാണ്. ഞാൻ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയത് വെച്ചാൽ എനിക്ക് കൂടാതെ തന്നെ അഡീഷണൽ ബാക്കപ്പായിട്ട് 30 മണിക്കൂർ ANC ഓഫ് ആണെന്നുണ്ടെങ്കിൽ കേസ് നിന്ന് കിട്ടും. ANC ഓൺ ആണെന്നുണ്ടെങ്കിൽ 23 മണിക്കൂർ വരെ കേസ് നിന്ന് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 5 മിനിറ്റിൽ 90 മിനിറ്റ് ഫാസ്റ്റ് ചാർജ് ആകുന്ന സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇതിന് നമുക്ക് ബാക്കിയുള്ള ബഡ്സിന് അവൈലബിൾ പോലെ സെപ്പറേറ്റ് ആപ്സ് ഒന്നും അവൈലബിൾ അല്ല. എല്ലാം ഇതിൻ്റെ ഇത് ടച്ച് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞല്ലോ. സോ ഇവിടെ ടാപ്പ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ മോഡ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിന് ചാർജിങ് ഇൻഡിക്കേഷനായിട്ട് ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട്. ആ LEDയിൽ 3 കളറാണുള്ളത്, ഗ്രീൻ, ഓറഞ്ച്, റെഡ്. സോ നമുക്ക് അതിൻ്റെ കളർ വെച്ചിട്ട് ചാർജ് എത്രയാണ് ബാക്കിയുള്ളതെന്ന് കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ചാർജ് ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിരിക്കും, ഒരു മീഡിയം ലെവലായി കഴിഞ്ഞാൽ അത് ഓറഞ്ചിലോട്ട് മാറും, ബാറ്ററി ലോ ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിട്ട് മാറും. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്തും ഈ ഇതിൽ ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ചാർജ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. അതുപോലെ തന്നെ ഇത് പെയറിംഗ് മോഡിലായിരിക്കുന്ന സമയത്ത് ഇവിടെ റെഡും ഗ്രീനും ലൈറ്റും മാറി മാറി കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ മനസ്സിലാക്കാതെ പെയറിംഗ് മോഡലാണ്. ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോട് പറഞ്ഞുതരാം. അതായത് ഏതെങ്കിലും ബഡ്സിൽ ഒരു തവണ ടാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ പൗസ് ആവും. അതുപോലെ തന്നെ 2 തവണ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്ക്, 3 തവണ ടാപ്പ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് ട്രാക്ക്. പിന്നെ കോളിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യാൻ സിംഗിൾ ടാപ്പ്, അതുപോലെ കോൾ റിജക്റ്റ് ചെയ്യാൻ ഡബിൾ ടാപ്പ്. ലെഫ്റ്റ് ഇയർ ബഡിൽ ടച്ച് ചെയ്ത് പിടിക്കുക, അപ്പോൾ നമുക്ക് ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചപ്പോൾ നമ്മൾ നോർമലി കിട്ടുന്ന ഇയർബഡ്സിലൊന്നും നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ചിലപ്പോൾ പ്ലേ ആവും, ചിലപ്പോൾ പോസ് ആവും. കാരണം നമ്മൾ എത്ര തവണ ടാപ്പ് ചെയ്തൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു വഴിയില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഓരോ തവണ ടാപ്പ് ചെയ്യുമ്പോഴും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ടാപ്പ് ആയോ ഇല്ലയോ, അല്ലെങ്കിൽ തന്നെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ടാപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ബീപ്പ് സൗണ്ട് വഴി മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് ഇയർ ബഡിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് 2 ബീപ്പ് കേട്ടുന്ന സമയത്ത് നമ്മൾ കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡ് ചേഞ്ച് ആകും. അതായത് ലെഫ്റ്റ് ഇയർ ബഡിൽ തന്നെ ചെയ്യണമെങ്കിൽ തന്നെ മോഡ് ചേഞ്ച് ആകുള്ളൂ. സോ ആദ്യത്തെ തവണ ANC ഓണാം, പിന്നെ ട്രാൻസ്പെറൻസി മോഡ് ഓണാം, പിന്നെ ANC ഓഫ് ആവും. ഈ 3 മോഡാണ് ഉള്ളത്. അതുപോലെ തന്നെ ടച്ച് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് 4 ബീപ്പ് കേട്ടിട്ടാണ് കൈ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ റിച്ച് ബാസ് മോഡ് എന്നുള്ളൊരു മോഡുണ്ട്, അത് ഓണും ഓഫ് ആവും. പിന്നെ ഗെയിം മോഡ് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇയർ ബഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് 4 ബീപ്പ് കേൾക്കുന്ന സമയത്ത് കൈ എടുക്കുക. അതുപോലെ തന്നെ വോയിസ് അസിസ്റ്റൻറ്റ് ആക്ടിവിറ്റി ചെയ്യാൻ റൈറ്റ് ഇയർ ബഡിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് 2 ബീപ്പ് കേൾക്കുമ്പോൾ കൈ എടുക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന് എക്സ്ട്രാ വാറണ്ടിക്കായിട്ട് ഇവിടെ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. അഡീഷണലായിട്ട് 1 ഇയർ വാറണ്ടി കിട്ടും. സോ ടോട്ടൽ 2 വർഷം വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2800 രൂപയാണ്. സോ ഞാൻ നോക്കിയ സമയത്ത് നിങ്ങളൊരു പ്രീമിയം ഫീൽ കിട്ടുന്നൊരു ഹെഡ്സെറ്റാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് റിയൽമിയുടെ എയർ 3 തന്നെ നോക്കാം. അത് അത്യാവശ്യം പ്രീമിയം ഫീൽ കിട്ടുന്ന, യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി എല്ലാം ഒരു പ്രീമിയം ഫീൽ കിട്ടുന്ന ഒരു ഇയർഫോണാണ്. പക്ഷേ ഫീച്ചർ വൈസ് ഇത് ബെറ്ററാണ്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. റിയൽമിയുടെ എയർ 3 കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ പ്രൈസും കുറവാണ്. പിന്നെ സൗണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ശബ്ദമാണ്. സോ താല്പര്യമുള്ളവർ ഞാൻ താഴെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, അതിൽ കയറി നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോ ആണ്. സോ ഇതിന് കിട്ടുന്ന സപ്പോർട്ട് അനുസരിച്ചിട്ട് ഞാൻ ഇനിയും വീഡിയോകൾ ചെയ്യാൻ നോക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.